ഹലോ. ഈ ഹലോ പറഞ്ഞത് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരോടുമല്ല, ഞാൻ എൻ്റെ വിജയനോടാണ് ഹലോ പറഞ്ഞത്. അപ്പോൾ വിജയേട്ടൻ ആരാന്ന് നിങ്ങൾ ചോദിക്കും. ചിന്തിക്കുമെങ്കിലും ചെയ്യും. ഞാൻ വിജയൻ ചേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. പക്ഷെ എനിക്ക് വിജയേട്ടൻ എൻ്റെ വിജയേട്ടനാണ്. എനിക്ക് എൻ്റെ വിജയേട്ടനോടാണ് പറയാനുള്ളത്. വിജയേട്ടാ, ഇപ്പോൾ ഫോൺ തുറക്കാൻ വയ്യ. യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിറച്ചും ഞങ്ങളുടെ ഈ 9 ജില്ലയ്ക്ക് പുറത്തുള്ള ബാക്കി 14 ജില്ലയിൽ 9 പോയ 5 ഉണ്ടല്ലോ, ആ 5 ജില്ലയിലുള്ള ചില ആൾക്കാർ, ഈ ജില്ലയിലുള്ള ആൾക്കാരും ഉണ്ട്, ഈ 9 ജില്ലയിൽ പെടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അവരൊന്നും ഈ ജില്ലയിലില്ല. അവരെല്ലാം ഈ 5 ജില്ല ഉൾപ്പെടുന്ന ഏതോ ഒരു ജില്ലയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കുകയാണ്. മുല്ലപ്പെരിയാർ തന്നെയാണ് അവർ എടുത്തിട്ടിരിക്കുന്നത്. വിജയേട്ടാ, എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. അങ്ങ് ചോദിച്ചപ്പോഴൊക്കെ ഞങ്ങൾ മനസ്സറിഞ്ഞ് കയ്യിലുള്ളതുപോലെ, ഇല്ലാത്തത് ചിലരോടൊക്കെ കടം വാങ്ങിച്ചും പലതും വിറ്റുപെറുക്കി അങ്ങ് ചോദിച്ച് 2 പ്രാവശ്യം ഞങ്ങളുടെ മുന്നിൽ കൈ നീട്ടിയപ്പോൾ ഞങ്ങൾ അകമഴിഞ്ഞു തന്നു. അപ്പോൾ അങ്ങോട്ടും ഞങ്ങൾക്ക് ചോദിക്കണ്ടേ? ചോദിക്കാനുള്ള റൈറ്റ് ഇല്ലേ? വേറെ ഒന്നുമല്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ഈ 9 ജില്ലക്കാർ എങ്ങോട്ട് പോകും? ഇപ്പോൾ ഈ ഡാം പൊട്ടിക്കും, പറയാതെയും പൊട്ടുമെന്ന് പറയുന്നു. അറിയില്ല ഞങ്ങൾ എങ്ങോട്ട് പോകും. ഈ 9 ജില്ലക്കാരും കൂടി ഈ 5 ജില്ലയിലേക്ക് വരട്ടെ. ഞങ്ങളെ നിങ്ങൾ താങ്ങുമോ? ഈ മുല്ലപ്പെരിയാർ പൊട്ടിയ ഞങ്ങൾക്ക് വേണ്ടി വിജയേട്ടൻ ഇനി ആരുടെ മുന്നിലും കൈ നീട്ടരുത്. കാരണം ഞങ്ങളുടെ വീട്ടിലുള്ള ചിലരെങ്കിലും വിദേശത്തൊക്കെ ഉണ്ട്. അവർക്കൊന്നും അങ്ങ് നാണം കേട്ട് പിച്ചെടുക്കുന്ന ഈ പൈസ വേണ്ട. പിന്നെ ഞങ്ങളിൽ ആരും ജീവിച്ചിരിക്കുന്നില്ലല്ലോ. ഞങ്ങൾക്ക് വീട് വേണ്ട, ഞങ്ങൾക്ക് ആരും ഒന്നും ചെയ്ത് തരണ്ട. കാരണം ഞങ്ങളെല്ലാം സ്വർഗത്തിൽ പോ. വിജയേട്ടാ, ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണേ. ഈ മുല്ലപ്പെരിയാറിനെ രക്ഷിക്കുമ്പോൾ ഞങ്ങളാണ് രക്ഷപ്പെടുന്നത്. ഞങ്ങളെ രക്ഷിക്കില്ലേ വിജയേട്ടാ? 2018 തന്നിട്ട് വിളിച്ച് പറയല്ല കേട്ടോ വിജയേട്ടാ. 2018 ഇപ്പോൾ ഈ വയനാടും നിക്കാക്കാരും പറഞ്ഞു വിജയേട്ടന് കൊടുക്കല്ലേ. എന്നിട്ടും വിജയേട്ടാ ഞങ്ങൾ നിങ്ങൾക്ക് തന്നു. ഞങ്ങൾ നിങ്ങൾക്ക് എന്തെല്ലാം തന്നു. ഞങ്ങളുടെ 1 മാസത്തെ ശമ്പളമായിട്ട് ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ നമ്പറിലേക്ക്, കളക്ടറുകളിലേക്ക് വീട്ടു സാധനങ്ങളും ആ പാവങ്ങൾക്ക് വേണ്ട എല്ലാ ഉപ്പോട്ട് കർപ്പൂരം വരെ തുണിമണികൾ, കുഞ്ഞുവാവുകൾക്കുള്ള സ്നാഗി, സെർലാക്ക്, ബേബി ഓയിൽ, ബേബി സോപ്പ് എല്ലാം കൊടുത്തു. പക്ഷേ ഫോണ് തുറക്കാൻ വയ്യ വിജയേട്ടാ. അടുത്ത ഇരകൾ ഞങ്ങളാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എങ്ങോട്ട് പോകും വിജയേട്ടാ? കൈവിടല്ലേ വിജയേട്ടാ, കൈവിടല്ലേ. അങ്ങ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അങ്ങ് കൈവിടല്ലേ വിജയേട്ടാ. ഇതിനൊരു മറുപടി അങ്ങ് എനിക്കായിട്ട് തരണ്ട വിജയേട്ടാ. ഞങ്ങളെല്ലാവരും മരിച്ചു പോയ ഈ മുല്ലപ്പെരിയാർ പൊട്ടി ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോയ ആരും ഒരാൾ സൂര്യനിൽ നിന്ന് കുട്ടികളെ ജനിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സൂര്യനിൽ നിന്ന് കുട്ടീനെ വായിക്കാൻ കൽപ്പുള്ള കുന്തി ദേവി വളർത്തുവോ അറിയില്ല. പുഴയിൽ ഒഴുക്കുകളല്ലേ ഉള്ളൂ.
ഉപേക്ഷിക്കല്ല വിജയേട്ടാ. വിജയേട്ടാ, ഇനി ഞങ്ങൾക്ക് തരാനും ഒന്നുമില്ല വിജയേട്ടാ. ഞങ്ങളെ രക്ഷിക്കണ വിജയേട്ടാ.